സോ നിങ്ങളുടെ നെറ്റ് എക്സാമിൻ്റെ പ്രിപ്പറേഷനും മറ്റും സ്ട്രോങ് ആയിട്ട് തന്നെ പോകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവിറോൺമെൻറ്റിൽ നമ്മുടെ വാട്ടർ പൊല്യൂഷനും അതിനെ സംബന്ധിക്കുന്ന കുറച്ച് വാട്ടർ ബോൺ ഡിസീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സോ ഇതിൽ വാട്ടർ ബോൺ ഡിസീസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ലെക്ചർ നോട്ടെല്ലാം വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക കേട്ടോ. ആൻഡ് ആ വീഡിയോ കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ ഐ ബട്ടണിലോ കൊടുക്കുക, നിങ്ങൾ ചെക്ക് ചെയ്യുക. ആൻഡ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിനേക്കാൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോയിൽ ആൻഡ് മറ്റു കുറച്ച് ഇമ്പോർട്ടൻറ്റ് എലമെൻസും അതിൻ്റെ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ കൂടുതൽ ടൈം അറിയുന്നില്ല. നെറ്റ് കോച്ചിങ് അക്കാഡമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആദ്യം തന്നെ സോയിലിനെ പറ്റിയാണ്. സോ ആദ്യം എന്താണ് സോയിൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം അല്ലേ. സോ സോയിൽ അഥവാ നമ്മുടെ മണ്ണ് എല്ലാവർക്കും അറിയാം, ബട്ട് എന്താണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക? സോ ആദ്യം സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ എർത്തിൻ്റെ അഥവാ ഭൂമിയുടെ ഏറ്റവും മുകൾ തട്ടിലെ ലെയറാണ് എന്ത്? സോയിൽ അല്ലേ. അതായത് മണ്ണിൻ്റെ എർത്തിൻ്റെ ക്രസ്റ്റിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോർഷൻ നമുക്ക് എന്ത് പറയാം? സോയിൽ എന്ന് പറയാം. കുറച്ചും കൂടി നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ എന്താണ്? റോക്ക് ഡേർബീസും അതുപോലെ തന്നെ മറ്റ് ഓർഗാനിക് മെറ്റീരിയൽസ് എല്ലാം മിക്സ് ചെയ്തിട്ട് ഡെവലപ്പായിട്ട് വരുന്നൊരു എലമെൻ്റ് ആണ് എന്ത്? സോയിൽ. ഈ റോക്ക് ഡേർബീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ കല്ലാണ് എന്തായിട്ട് മാറുന്നത്? മണ്ണായിട്ട് മാറുന്നത്. സോ ഈ കല്ല് പൊടിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? മണ്ണാകുന്നത്. സോ ഈ കല്ലിൻ്റെ പൊടികളും അതേപോലെ തന്നെ മറ്റ് ഓർഗാനിക് കോമ്പോണൻസ് എല്ലാം മിക്സ് ആയിട്ട് വരുന്നൊരു എലമെൻ്റ് ആണ് എന്ത്? സോയിൽ. സോ എന്താണ് സോയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണ്ണെന്നല്ല, എന്താണ് മണ്ണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർഗാനിക് മെറ്റീരിയൽസും ഈ റോക്കിൻ്റെ ഡേർബീസ് എന്ന് പറയുമ്പോൾ കല്ലിൻ്റെ പൊടികൾ, ഇത് രണ്ടും കൂടി മിക്സ് ആയിട്ട് വരുന്നൊരു എലമെൻ്റ് ആണ് എന്ത്? സോയിൽ. ഈ സോയിൽ എവിടെയാണ് ഉണ്ടാവുക? എർത്തിൻ്റെ ടോപ്പ് മോസ്റ്റ് ലെയറാണ് കേട്ടോ. എർത്ത് ക്രസ്റ്റിൻ്റെ ടോപ്പ് മോസ്റ്റ് ലെയറിലായിരിക്കും സോയിൽ എന്ന് പറയുന്നത് ഉണ്ടാവുക. സോ സോയിൽ എന്താണെന്നുള്ളത് മനസ്സിലായി. ഇനി എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്? നമുക്കറിയാം വെജിറ്റേഷനിൽ, അതായത് കൃഷി ചെയ്യണമെങ്കിൽ നമ്മുടെ വീട് വെക്കണമെങ്കിലും കൺസ്ട്രക്ഷൻ മറ്റെല്ലാ കാര്യങ്ങൾക്കും എന്താണ്? സോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ ഇതിലുപരി നമ്മുടെ അറ്റ്മോസ്ഫിയറിനും സോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അറ്റ്മോസ്ഫിയറിന് ആവശ്യമായിട്ടുള്ള ഈ കാർബൺ ഡൈ ഓക്സൈഡ്, മീത്തേന്, മറ്റു വാട്ടർ വേപ്പേഴ്സ് ഇതെല്ലാം അബ്സോർബ് ചെയ്യാനും അതേപോലെ തന്നെ എമിറ്റ് ചെയ്യാനും നല്ല സോയിൽ ആവശ്യമാണ്. സോ സോയിൽ എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ബീങ്സിന് എന്നുള്ള നിലയ്ക്കല്ല, എന്താണ്, എനിമൽസ് ആയിക്കോട്ടെ, പ്ലാന്റ്സ് ആയിക്കോട്ടെ, ഈവൻ നമ്മുടെ അറ്റ്മോസ്ഫിയറിനും എല്ലാവർക്കും എന്തുതന്നെയാണ്? ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വേഗം മനസ്സിലാവുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡിൽ പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ അറിയിച്ചാൽ മതി കേട്ടോ. നമുക്ക് ഒന്നും കൂടി ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. ദെൻ അടുത്തത് സോയിലിൻ്റെ ഫോർമേഷനാണ്. സോ സോയിൽ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് കേട്ടോ ഒരു എക്സാമ്പിളിലൂടെ. നിങ്ങൾക്ക് കുറച്ച് കൺസെപ്റ്റ് ഇപ്പോഴും ക്ലിയർ ആയിട്ടിരിക്കും. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു വെട്ടുകല്ല് അഥവാ ലാറ്ററൈറ്റ് സ്റ്റോൺ എന്ന് പറയല്ലേ, ഈ വെട്ടുകല്ല് എടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഒരു മഴയും വെയിലും കൊള്ളുന്ന സ്ഥലത്തൊന്ന് കൊണ്ടുപോയി വെച്ച് നോക്കുക. ആൻഡ് അത് ഫസ്റ്റ് ദിവസം വയ്ക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, ബട്ട് മെല്ലെ എന്ത് ചെയ്യും? ഈ കല്ലിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെയർ വെയിലും മഴയൊക്കെ കൊണ്ടിട്ട് എന്ത് ചെയ്യൽ തുടങ്ങും? പൊടിയൽ തുടങ്ങും അല്ലേ. ഇതിൻ്റെ ബലം കുറഞ്ഞിട്ട് ആ കല്ലിൻ്റെ ബലം കുറഞ്ഞിട്ട് ആ കല്ല് പൊടിയൽ തുടങ്ങും. ഇത് കുറച്ചും കൂടി കഴിഞ്ഞ് നിങ്ങൾ നോക്കുമ്പോൾ അറിയാം ആ കല്ലിൻ്റെ മുകളിൽ പുല്ലൊക്കെ വന്നിട്ടുണ്ടാകും. എന്തുകൊണ്ടാണ്? ഈ ടോപ്പ് ലെയർ, കല്ലിൻ്റെ ടോപ്പ് ലെയർ എന്തായിട്ട് മാറി? മണ്ണായിട്ട് മാറി. അതായത് മഴയും വെയിലൊക്കെ കൊണ്ടിട്ട് ഈ ടോപ്പ് മോസ്റ്റ് ലെയറിനെ എന്ത് ചെയ്യും? കല്ലിന് പൊടിയാവും. ഇത് നമ്മൾ വെതറിങ് എന്ന് പറയും. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ബാക്കി ലേറ്റർ പോർഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് ജസ്റ്റ് മനസ്സിലാക്കുക. ഈ കല്ല് വെയിലും മഴയെല്ലാം കൊണ്ടിട്ട് എന്ത് ചെയ്യും? കട്ടി കുറയും ഈ കല്ലിൻ്റെ. ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെയർ കേട്ടോ. ഈ കല്ല് ചെറുതായിട്ട് പൊടിങ്ങിയിട്ട് എന്തായിട്ട് മാറും? മണ്ണായിട്ട് മാറും. ഈ കാറ്റത്തൊക്കെ വരുന്ന മറ്റ് എലമെൻറ്റ്സ്, അതായത് ഓർഗാനിക് ആയിട്ടുള്ള മറ്റ് എലമെൻറ്റ്സും കാര്യങ്ങളെല്ലാം ഈ കാറ്റിലും മഴയിലൊക്കെ വന്ന് മിക്സ് ആയിട്ട് എന്താവും? ഈ ഒരു കല്ലിൻ്റെ പൊടികൾ എന്തായിട്ട് മാറി? മണ്ണായിട്ട് മാറി. സോ ഇതാണ് ഇതിൻ്റെ ഫോർമേഷൻ. ഇനി ഈ മണ്ണിനെ എഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് മണ്ണിൻ്റെ ഫോർമേഷനെ എഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അതും കൂടി നമുക്കൊന്ന് പഠിച്ചു വെക്കാം. ഒരു ഷോർട്ട് കട്ടിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. ക്ലോപ്റ്റ് എന്ന് പറയും, അഥവാ CLORPT. മനസ്സിലാക്കി വെക്കുക. CLORPT അഥവാ ക്ലോപ്റ്റ് എന്ന് പറയും. ഈ ഒരു മെത്തേഡാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് കേട്ടോ. അതായത് CL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൈമറ്റ് ആണ്, O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനിസംസ്, R എന്ന് പറയുമ്പോൾ റിലീഫാണ്, P എന്ന് പറയുന്നത് പാരന്റ് മെറ്റീരിയൽ, ആൻഡ് T എന്ന് പറയുന്ന ടൈം. അതായത് മണ്ണ് അതിൻ്റെ ആ പ്രസൻറ്റ് ഫോമിലേക്ക് എത്താൻ ഉള്ള ഒരു പ്രോസസ്സാണ് സോയിൽ ഫോർമേഷൻ. ഈ സോയിൽ ഫോർമേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു അല്ലെങ്കിൽ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ക്ലൈമറ്റ്, ഓർഗാനിസംസ്, റിലീഫ്, പാരന്റ് മെറ്റീരിയൽ ആൻഡ് ടൈം. സോ ഓരോന്നും ഡീറ്റെയിൽ ആകുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ആദ്യത്തെയാണ് റിലീഫ് എന്ന് പറയുന്നത്. റിലീഫ് എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് ഞാൻ പറയാം, ഒരു ഭൂമി
എത്രത്തോളം വെയിൽ കൊള്ളുന്നു, എത്രത്തോളം അതിൻ്റെ ഒരു ബലം ഹാർഡ്നെസ് ഉണ്ട്, ആൻഡ് പെർമിയബിലിറ്റി. പെർമിയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്യാസ്, മറ്റ് വാട്ടർ കണ്ടന്റ് ഇതെല്ലാം ആ ഒരു മണ്ണിലൂടെ എത്ര സുഖമായിട്ട് അങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ആ മണ്ണിന് എത്ര വാട്ടർ അബ്സോർബിങ് കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഈ പെർമിയബിലിറ്റി കേട്ടോ. മനസ്സിലാക്കി വയ്ക്കുക, ചോദ്യം വരാം കേട്ടോ. എന്താണ് പെർമിയബിലിറ്റി എന്നുള്ളത്? ഗ്യാസ്, മറ്റ് ലിക്വിഡ് സബ്സ്റ്റൻസ് എല്ലാം അബ്സോർബ് ചെയ്യാനും അതേപോലെ തന്നെ എന്താ പറയുക, പുറത്തേക്ക് കൊടുക്കാനും ഇജക്ട് ചെയ്യാനൊക്കെ ഉള്ള ആ ഒരു മണ്ണിൻ്റെ കപ്പാസിറ്റിയാണ് എന്തുദ്ദേശിക്കുന്നത്? പെർമിയബിലിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ഈ പെർമിയബിലിറ്റി, ഈ കാര്യങ്ങളൊക്കെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? റിലീഫ് എന്ന് പറയുമ്പോൾ. സോ റിലീഫ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ കാര്യത്തിനെ അല്ല, ഒരു മണ്ണ് അല്ലെങ്കിൽ ആ ഒരു ഭൂമി എത്രത്തോളം വെയിൽ കൊള്ളുന്നുണ്ട്, എത്രത്തോളം പെർമിയബിലിറ്റി അതിനുണ്ട്, എത്രത്തോളം അതിന് ഹാർഡ്നെസ് ഉണ്ട്, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു സോയിലിനെ ബാധിക്കുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഒരു ഏരിയയിൽ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമാണ്, മഴ കുറവാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും? ആ ഒരു മണ്ണിന് വാട്ടർ കണ്ടന്റ് കുറവായിരിക്കും, കുറച്ചും കൂടി ലൂസ് ഈ സോയിലായിരിക്കും അല്ലേ. സോ എത്രത്തോളം സൺ എക്സ്പോഷർ വരുന്നുണ്ട് എന്നുള്ളത് എന്തിനെ ബാധിക്കുന്നുണ്ട്? നമ്മുടെ സോയിലിൻ്റെ നേച്ചറിനെ ബാധിക്കുന്നുണ്ട്. സോ അതാണ് ഫസ്റ്റ് പോയിന്റ്, റിലീഫ് എന്ന് പറയുന്നത്. എത്രത്തോളം വെയിൽ കിട്ടുന്നുണ്ട്, എത്രത്തോളം മണ്ണിന് ഹാർഡ്നെസ് ഉണ്ട് എന്നുള്ളതൊക്കെയാണ് എന്തിൽ വരിക? പെർമിയബിലിറ്റി. ഇതൊക്കെയാണ് എന്ത്? റിലീഫ് എന്ന് പറയുന്നത്. ദെൻ അടുത്താണ് പാരന്റ് മെറ്റീരിയൽ. അതായത് നമ്മൾ പറഞ്ഞു ആ ഒരു റോക്ക് ഉണ്ടായിരിക്കും, ബേസ് റോക്ക് ഉണ്ടാവും. ഈ റോക്കാണ് പിന്നെ വെതറിങ്ങിലൂടെ എന്തായിട്ട് മാറുന്നത്? സോയിലായിട്ട് മാറുന്നത്. സോ ഈ സോയിലിൻ്റെ പാരന്റ് ആരാ? ഈ പറയുന്ന റോക്കാണ് അല്ലേ. അപ്പോൾ ഈ ഒരു റോക്ക് എന്ത് ചെയ്യുന്നുണ്ട്? സോയിലായിട്ട് മാറുമ്പോൾ റോക്കിൻ്റെ ഫീച്ചേഴ്സ് അഥവാ റോക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആരിലേക്ക് എത്തും? ഈ സോയിലിലേക്ക് എത്തും. ഇപ്പോൾ ആ ഒരു വെട്ടുകല്ല് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ലാറ്ററൈറ്റ് റോക്ക് സോയിലായിട്ട് മാറുമ്പോൾ ചുവന്ന കളറായിരിക്കും, നല്ല റെഡ് കളറായിരിക്കും ആ സോയിലിന് ആദ്യം ഉണ്ടാവുക, സോയിലായി മാറുന്ന സമയത്ത് ഉണ്ടാവുക. പിന്നെ അത് ഓക്സിഡേഷനും മറ്റു കാര്യങ്ങളൊക്കെ സംഭവിച്ച് എന്ത് ചെയ്യും? മെല്ലെ മെല്ലെ അതിൻ്റെ കളർ മാറും. മിനറൽസും മറ്റ് പിന്നെ ഓർഗാനിക് കണ്ടൻസ് ഒക്കെ വന്നതിൻ്റെ കളർ മാറും. ബട്ട് ഇനീഷ്യൽ കളർ എന്ത് തന്നെയായിരിക്കും? ആ റെഡ് ആയിരിക്കും. പിന്നെ ആ കളർ മാറുള്ളൂ. സോ പാരന്റ് മെറ്റീരിയൽ അത് എന്ത് ചെയ്യുന്നുണ്ട്? ഈ നമ്മുടെ ഈ ഒരു സോയിലിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അടുത്താണ് ക്ലൈമറ്റിൽ വരുന്നത്. സോ ക്ലൈമറ്റും എന്ത് ചെയ്യും? സോയിൽ ഫോർമേഷനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. ഉദാഹരണത്തിന് ആ ഒരു നമ്മുടെ ലാറ്ററൈറ്റ് സ്റ്റോൺ കൊണ്ടുപോയി വെച്ചിട്ടുള്ള സ്ഥലത്ത് ഭയങ്കര വെയിലാണെന്ന് വിചാരിക്കുക. അതായത് മഴ വളരെ കുറവാണ്, വെയിലാണ് ആ സ്ഥലത്ത് ഏറ്റവും കൂടുതൽ എന്നുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? ആ ഒരു കല്ലിന് വാട്ടർ കണ്ടന്റ് കുറയും. അത് കുറച്ചും കൂടി ലൂസി ഡെസേർട്ട് ലൈക്ക് ഒരു എന്താ പറയുക, ഡെസേർട്ട് ലൈക്ക് ലൂമി സോയിൽ എന്നൊക്കെ പറയും. ആ ഒരു മണൽ പോലെയാണ് എന്താവുക? കല്ല് മാറുക. ആൻഡ് നമ്മളൊരു മഴ മാത്രമുള്ള സ്ഥലത്താണ് കൊണ്ടുപോയി വെക്കുന്നത് വെച്ചാലോ, വെയിൽ കുറവാണ്, മഴയാണ് കൂടുതലെന്നുണ്ടെങ്കിൽ ഈ കല്ലിൻ്റെ കളർ എന്ത് ചെയ്യും? ഒന്നുകൂടി ഡാർക്ക് ആവും. ആൻഡ് ആ സോയിൽ എന്താകും? കുറച്ചും കൂടി ഡാർക്ക് ആയിരിക്കും. കാരണം സൺ എക്സ്പോഷർ കുറവാണ് ആൻഡ് വാട്ടർ കണ്ടന്റ് കൂടുതലാണ്. കുറച്ചും കൂടി ഹാർഡായിട്ടുള്ളൊരു സോയിൽ അവിടെ വരിക. സോ ക്ലൈമറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? സോയിൽ ഫോർമേഷനെ ബാധിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ഈ സോയിൽ ഫോർമേഷനെ ബാധിക്കുക എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ഒരു പർട്ടിക്കുലർ സോയിൽ അതിൻ്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് ഫോം ആവാൻ ബാധിക്കുന്ന എലമെൻറ്റ്സ് ആട്ടോ. അതുകൊണ്ട് ആ ഒരു പ്രോസസ്സിനെ അല്ല ഇവർ ബാധിക്കുന്നത്. നമ്മൾ കാണുന്ന ആ ഒരു, നമുക്കറിയാം ഓരോ റീജിയണിലും ഓരോ തരത്തിലുള്ള സോയിൽ അല്ലേ. സോ ആ സോയിൽ എന്തുകൊണ്ട് അങ്ങനെയായി, അതിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു കടലോര മേഖലയിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള മണ്ണല്ല നമ്മൾ കുറച്ചും കൂടി ഹില്ലി ഏരിയാസിലേക്ക് പോകുമ്പോൾ, സോ ആ മാറ്റം എന്തുകൊണ്ട് വന്നു, അതിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ക്ലിയർ അല്ലേ? ഇനി അടുത്താണ് വെജിറ്റേഷൻ ആൻഡ് അതർ ലൈഫ് ഫോംസ്. അതായത് നമ്മൾ ആ ഒരു മണ്ണിനെ എങ്ങനെ ഉപയോഗിക്കുന്നു, എന്ത് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളത്. ഉദാഹരണത്തിന് ഒരു സിറ്റിയിലുള്ള ഒരു ലാൻഡ് അല്ല എവിടെ, ആ സോയിലല്ല എവിടെ ഉണ്ടാവുക? ഒരു വൈൽഡ് ഫോറസ്റ്റ്, നല്ലൊരു കാടിലേക്ക്, നിങ്ങൾ ഒരു കാട് അല്ലെങ്കിൽ ഒരു കുന്നിൻ്റെ മുകളിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ രണ്ടും മണ്ണ് വ്യത്യാസം ഉണ്ടാവും അല്ലേ. സോ ആ ഒരു നമ്മൾ എന്തിനാണ് ലാൻഡ് ഉപയോഗിക്കുന്നത്? അവിടുത്തെ ജീവജാലങ്ങളുടെ പ്രകൃതം എല്ലാം എന്ത് ചെയ്യും? ലാൻഡിനെ ബാധിക്കും അല്ലേ. ഈ സിറ്റിയിലൊക്കെ ഉള്ള ലാൻഡ് എന്ന് പറഞ്ഞാൽ തീരെ ഫെർട്ടൈലായിരിക്കും, വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കൃഷിക്കൊന്നും പറ്റാത്ത സ്ഥലമായിരിക്കും അല്ലേ. സോ അതാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ടൈം നമുക്കറിയാം എന്താണ്. ഒരു വെട്ടേൽ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞ പോലെ നിങ്ങൾ കൊണ്ടുവച്ചാൽ ഒരു വർഷത്തിലൊന്നും എന്താവില്ല, മണ്ണായിട്ട് മാറില്ല, ടൈം എടുക്കും. സോ ഒരു വൺ ഡേ പ്രോസസ്സിംഗ് ഒന്നല്ല, ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. സോ ഇത്രയും കാര്യങ്ങൾ എത്രത്തോളം സമയം എടുക്കുന്നു അത്രത്തോളം ആ മണ്ണ് എന്താവും, അതിൻ്റെ ആ ഒരു ക്യാരക്ടർ കൊണ്ടുവരും. സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, ആ ഒരു മണ്ണിൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു എലമെൻറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. സോ ഒന്നും കൂടി നമ്മൾ ആ ഷോർട്ട് കട്ട് പറയാം. ക്രോപ്പ് എന്നായിരുന്നു, CLORPT, ക്ലൈമറ്റ്, ഓർഗാനിസംസ്, റിലീഫ്, പാരന്റ് മെറ്റീരിയൽ ആൻഡ് ടൈം എന്ന് പറയും അല്ലേ. സോ ആദ്യം റിലീഫ് എന്താ നമ്മൾ പറഞ്ഞത്? എത്രത്തോളം സൂര്യപ്രകാശം കിട്ടുന്നുണ്ട്, എത്രത്തോളം അതിന് ഒരു വാട്ടർ അബ്സോർപ്ഷൻ കപ്പാസിറ്റി, പെർമിയബിലിറ്റി ഉണ്ട്, അതിൻ്റെ ഹാർഡ്നെസ് എത്രത്തോളം ഉണ്ട്, ഈ വക കാര്യങ്ങളാണ് എന്തിൽ ഉദ്ദേശിക്കുന്നത്?
റിലീഫ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ദെൻ പാരൻ്റ് മെറ്റീരിയൽ. ആ ഒരു പാരൻ്റ് റോക്കിൻ്റെ സ്വഭാവം എന്താണ്, അത് ഈ പറയുന്ന സോയിലിനെ ബാധിക്കുന്നുണ്ടാവും. ദെൻ ക്ലൈമറ്റ്, ആ ഒരു റീജിയനിലെ ക്ലൈമറ്റ് എന്താണ് എന്നുള്ളത് സോയിലിനെ ബാധിക്കും. ദെൻ അവിടുത്തെ വെജിറ്റേഷനും അവിടുത്തെ ലൈഫ് ഫോംസും, ആൾക്കാരെങ്ങനെയാണ്, ആളുകളാണോ അതോ മൃഗങ്ങളാണോ, അതൊക്കെ എന്ത് ചെയ്യും, സോയിലിനെ ബാധിക്കും. ദെൻ ടൈം, എത്രത്തോളം സമയം എടുക്കുന്നുണ്ട് അത്രത്തോളം ആ സോയിലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ എന്ത് വരും, മാറ്റം വരും. ഇനി ഒന്നും കൂടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പ്രോസസ് ഓഫ് സോയിൽ ഫോർമേഷനാണ് പറയുന്നത്. എങ്ങനെയാണ് ആക്ച്വലി സോയിൽ ഫോം ചെയ്യുന്നത്, പ്രോസസ്സ് ഞാൻ നിങ്ങൾക്ക് ആ പറഞ്ഞത് തന്നെയാണ്. അതിന് നമ്മൾ വെതറിങ് എന്ന് പറയും. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് തന്നെ പോകാം അല്ലേ. സോ ആദ്യം എന്താണ് പെഡോജെനസിസ് എന്ന് നോക്കാം. ചോദ്യം വന്നിട്ടുണ്ട് കേട്ടോ, പ്രീവിയസ് ഇയറിൽ ചോദിച്ചൊരു ചോദ്യമാണ് പെഡോജെനസിസ് എന്താണെന്നുള്ളത്. സോ പ്രോസസ് ഓഫ് സോയിൽ ഫോർമേഷൻ ആണ്. അതായത് സോയിൽ ഫോർമേഷൻ്റെ പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്, പെഡോജെനസിസ്. അത്രയേ ഉള്ളൂ, ബട്ട് മനസ്സിലാക്കി വെക്കുക, ചോദ്യം വന്നിട്ടുണ്ട്. എന്താണ് പെഡോജെനസിസ് അഥവാ സോയിൽ ഫോർമേഷൻ പ്രോസസ്സിനെ എന്താണ് നമ്മൾ വിശേഷിപ്പിക്കാറ്. സോ അതാണ് എന്ത്, പെഡോജെനസിസ് എന്ന് പറയുന്നത്. ഇനി ആ പ്രോസസ്സാണ് ആക്ച്വലി എന്ത്, വെതറിങ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു റോക്ക് സോയിലായിട്ട് മാറുന്ന പ്രോസസ്സാണ് ആക്ച്വലി വെതറിങ്. അതാണ് ഡെഫിനേഷൻ മനസ്സിലാക്കിക്കോളുക. ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ദ പാരന്റ് റോക്ക് മെറ്റീരിയൽ on the top layer of the ground by action of wind, water and other denudation agents. Denudation agents എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ മറ്റ് ഏജൻസ്, അതായത് ഇപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു കൃഷി ചെയ്യുകയാണെങ്കിലും ആ ഒരു കളക്കലും കാര്യങ്ങളൊക്കെ ഇതൊക്കെ എന്ത് ആ ഒരു കല്ലിനെ, ആ ഒരു പാരന്റ് റോക്കിനെ എന്താക്കി മാറ്റും, സോയിലാക്കി മാറ്റും. സോ ആ ഒരു പാരന്റ് റോക്കിനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള മഴ, കാറ്റ്, സൂര്യപ്രകാശം ഇതൊക്കെ വഴി എന്ത് ചെയ്യാണ്, ബ്രേക്ക് ഡൗൺ ചെയ്യണം. കല്ലിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് സോയിലാക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സാണ് ബേസിക്കലി എന്ത്, വെതറിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആയി മനസ്സിലാക്കിക്കൊള്ളട്ടോ വെതറിങ് എന്താണെന്നുള്ളത്. പെഡോജെനസിസ് എന്ന് പറയുന്നത് എന്തായിരുന്നു, സോയിൽ ഫോർമേഷൻ പ്രോസസ്സിനെ പറയുന്ന പേരാണ് പെഡോജെനസിസ്. വെതറിങ് എന്താണ്, ഈ പറഞ്ഞ പാരന്റ് റോക്ക് ആ ഒരു സൂര്യപ്രകാശം മഴയൊക്കെ തട്ടിയിട്ട് ബ്രേക്ക് ഡൗൺ ആയിട്ട് സോയിലായിട്ട് മാറുന്ന ഒരു ആക്ടിവിറ്റി അഥവാ പ്രോസസ്സാണ് എന്ത്, വെതറിങ് എന്ന് പറയുന്നത്. ഇനി എന്താ ഇറോഷൻ എന്ന് പറയുന്നത്. ഇറോഷൻ നമുക്കറിയാം, സോയിൽ ഇറോഷൻ നമ്മൾ പറയുന്നത് ടോപ്പ് മോസ്റ്റ് സോയിൽ എന്ത് ചെയ്യുക, ഒലിച്ചു പോവുക. അപ്പോൾ ഹെവി റെയിൻഫാൾ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇറിഗേഷൻ, ഹെവി ആയിട്ട് ഇറിഗേഷനും മറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ടോപ്പ് മോസ്റ്റ് ലെയർ ഇറോഡായിട്ട് പോകും. അങ്ങനെ ഇറോഡായി പോകും മീൻസ് ഒലിച്ചു പോകുന്നുണ്ട്. അങ്ങനെ ഇറോഡായി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സോയിൽ ഒന്നും കൂടി ഡീപ്പിലേക്ക് പോകും അല്ലേ. അതായത് ലോവർ ഡൗൺ ചെയ്യും സോയിൽ, എർത്തിൻ്റെ സർഫേസ് എന്ത് ചെയ്യും, ലോവർ ഡൗൺ ചെയ്യും. അത് ടോപ്പ് മോസ്റ്റ് സോയിൽ എന്ത് ചെയ്തു, ഇറോഡ് ചെയ്ത് പോയി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലെയറായി സോയിലേക്ക് എത്തി. സോ അതാണ് ഇറോഷൻ. ബേസിക്കലി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഇവിടെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ലീച്ചിങ് എന്താണ് കേട്ടോ. സോ വാട്ട് ഈസ് ലീച്ചിങ് ഇൻ സോയിൽസ്, ചോദ്യം കണ്ടിട്ടുണ്ട്. എന്താണ് സോയിലിൽ ലീച്ചിങ് എന്ന് പറയുന്നത്. ബേസിക്കലി ലീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണ്ണിൽ ചെടിക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് പ്രോട്ടീൻസ് ഉണ്ടായിരിക്കും, അഥവാ ന്യൂട്രിയൻസ്. അതായത് ബേസിക്കലി മണ്ണിന് നമ്മളായിട്ട് കൊടുക്കുന്നതല്ല, ഓട്ടോമാറ്റിക്കലി മണ്ണിൽ വരുന്നതാണ് എന്ത്, ഈ പറഞ്ഞ ഓർഗാനിക് കോമ്പൗണ്ട്സ് അഥവാ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. ഈ ന്യൂട്രിയൻസ് വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള ന്യൂട്രിയൻസിനെല്ലാം എന്ത് ചെയ്യും, ഹെവി റെയിൻഫാൾ വരുമ്പോൾ ഈ മഴവെള്ളത്തിൻ്റെ ഒപ്പം തന്നെ ഒലിച്ചു പോകും. അല്ലെങ്കിൽ ഹെവി ആയിട്ട് നമ്മൾ നനയ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ നനയുടെ ഒപ്പമോ അല്ലെങ്കിൽ ഹെവി റെയിൻഫാളൊക്കെ വരുമ്പോൾ ഈ റെയിൻഫാളിൻ്റെ ഒപ്പം എന്ത് ചെയ്യും, ഈ പറഞ്ഞ വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള ന്യൂട്രിയൻസ് എല്ലാം ഒലിച്ചു പോകും, ഡയല്യൂട്ടായിട്ട് ഒലിച്ചു പോകും. സോ ആ ഒരു പ്രോസസ്സാണ് എന്ത്, ലീച്ചിങ്. അല്ലെങ്കിൽ ആ ഒരു പോയതിനെ മെത്തേഡിനെ നമ്മൾ എന്ത് പറയുക, ലീച്ചിങ് എന്ന് പറയുക, ഒലിച്ചു പോകുക എന്നുള്ളത്. ലോസ് ഓഫ് വാട്ടർ സോല്യൂബിൾ പ്ലാന്റ് ന്യൂട്രിയൻസ് ഫ്രം ദ സോയിൽ ഡ്യൂ ടു റെയിൻ, ഇറിഗേഷൻ എക്സെട്ര. അത്രേ ഉള്ളൂ. ലോസ് ഓഫ് വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള ന്യൂട്രിയൻസ് ലാൻഡ് അല്ലെങ്കിൽ സോയിലിൽ നിന്നിട്ട് മഴ കാരണമോ അല്ലെങ്കിൽ ഇറിഗേഷൻ കാരണമോ ഒലിച്ചു പോവുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുക, ലീച്ചിങ് എന്ന് പറയുന്നത്. മനസ്സിലാക്കി വെക്കുക കേട്ടോ. അതിലിപ്പോൾ പ്രീവിയസ് ചെയ്ത് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ ലീച്ചിങ് എന്താണെന്നുള്ളത്, അതേപോലെ തന്നെ പെഡോജെനസിസ് എന്താണെന്നുള്ളത്. വെതറിങ് ഒക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ചോദ്യമാണ്, മനസ്സിലാക്കി വെച്ചോളൂ. ജസ്റ്റ് എന്തേ ഉള്ളൂ, വെയിലും മഴയും കൊണ്ടിട്ട് ആ ഒരു റോക്ക് എന്തായിട്ട് മാറുകയാണ്, ബ്രേക്ക് ഡൗൺ ചെയ്ത് സോയിലായിട്ട് മാറുന്ന ഒരു ആക്ടിവിറ്റി അഥവാ പ്രോസസ്സാണ് ബേസിക്കലി എന്ത്, വെതറിങ് എന്ന് പറയുന്നത്. അടുത്താണ് കാപ്പിലറി ആക്ഷൻ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഈ കാപ്പിലറി ആക്ഷൻ എന്ന് പറയുന്നത്. കൺസെപ്റ്റ് വളരെ സിമ്പിളാണ്, പറഞ്ഞുതരാം. ഒരു എക്സാമ്പിൾ വിഷയം പറഞ്ഞുതരാം, അപ്പോൾ ഒന്നുകൂടി മനസ്സിലാവും. നമ്മൾ ഒരു ഗ്രാവിറ്റിയിൽ വാട്ടർ എങ്ങനെ വരിക, അപ്പോൾ നമ്മൾ മഴ പെയ്യുമ്പോൾ വെള്ളം ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് വരുന്നു അല്ലേ. അത് എന്തിൻ്റെ ബേസിലാണ്, ഗ്രാവിറ്റിയുടെ ബേസിലാണ് അല്ലേ, നമുക്കറിയാമേ. ഈ ഗ്രൗണ്ട് വാട്ടർ എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്, ഗ്രൗണ്ട് വാട്ടർ മുകളിലേക്ക് വരില്ല, കാരണം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പ്രകാരം താഴേക്കേ പോകുള്ളൂ. ബട്ട് നമ്മൾ എങ്ങനെയാണ് ഗ്രൗണ്ട് വാട്ടർ എടുക്കുക, നമ്മളൊരു ബോർവെൽ കുത്തില്ല, ഒരു കുഴൽക്കിണർ കുത്തും, ആൻഡ് അവിടെ നമ്മളൊരു മോട്ടർ പമ്പ് വെച്ചിട്ട് എന്ത് ചെയ്യും, വെള്ളം എടുക്കും അല്ലേ. സോ വെള്ളം നമ്മൾ സക്ക് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ
അത് അങ്ങനെയാണ് നമ്മൾ വെള്ളം കൊണ്ടുവരിക. അല്ലെങ്കിൽ നമ്മുടെ ആവശ്യം നമ്മൾ വെള്ളം എടുക്കുന്നത് ഗ്രൗണ്ട് വാട്ടർ. ബട്ട് ഈ മരങ്ങൾ, അതായത് നമ്മൾ നനച്ചു കൊടുക്കാണ്ട് മരങ്ങൾ വളരാറുണ്ട് അല്ലേ? സോ ഈ മരങ്ങൾക്ക് എവിടുന്നാണ് വെള്ളം കിട്ടുന്നത്? ഈ കാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ കാട്ടിൽ ആരും പോയി നനയ്ക്കുന്നില്ല. പക്ഷെ അത് വലുതാവുന്നുണ്ട്. എങ്ങനെയാണ് അവർക്ക് വെള്ളം കിട്ടുന്നത്? ആ വെള്ളം കിട്ടുന്ന ആക്ടിവിറ്റിയാണ് കാപ്പിലറി ആക്ഷൻ ട്ടോ. അതായത് ഈ മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്ന വെള്ളം ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റ്, അതായത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സുകളുടെ ഒരു സഹായവും ഇല്ലാണ്ട് ഈ അടിയിലുള്ള വെള്ളം മുകളിലേക്ക്, ലിക്വിഡ് എന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ, ഈ ലിക്വിഡ് എന്ത് ചെയ്യാണ്? മുകളിലേക്ക് മൂവ് ചെയ്യുന്ന ആ ഒരു ആക്ടിവിറ്റിയാണ് എന്ത്? കാപ്പിലറി ആക്ഷൻ എന്ന് പറയുന്നത്. കാപ്പിലറി ആക്ഷൻ അഥവാ കാപ്പിലറി എഫക്ട് അഥവാ കാപ്പിലറി മോഷൻ, ഈ 3 പേരിലും പറയാറുണ്ട് കേട്ടോ, മനസ്സിലാക്കിക്കോളാം. കാപ്പിലറി ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി വാട്ടർ എന്ത് ചെയ്യാണ്? വാട്ടർ അഥവാ ലിക്വിഡ് എന്ത് ചെയ്യാണ്? മൂവ് ചെയ്യാണ് വിത്തൗട്ട് എനി എക്സ്റ്റേണൽ ഫോഴ്സ്. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി. അപ്പോൾ കാപ്പിലറി ആക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ, ശ്രദ്ധിക്കുക. കാപ്പിലറി ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി ലിക്വിഡ്, വാട്ടർ എനി ലിക്വിഡ് ആയിക്കോട്ടെ, എഗെയിൻസ്റ്റ് ഗ്രാവിറ്റിക്ക് എതിരായിട്ട് വിത്തൗട്ട് എനി എക്സ്റ്റേണൽ ഫോഴ്സ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് കാപ്പിലറി ആക്ഷൻ. സോ നമ്മൾ ബോർവെല്ലിൽ നിന്ന് വെള്ളം എടുക്കണത് എന്തല്ല? കാപ്പിലറി ആക്ഷൻ അല്ല, നമ്മൾ പമ്പ് ഉപയോഗിച്ചെടുക്കുന്നത്. അതില്ലാണ്ട് തന്നെ, അതായത് എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി ആയിട്ട് ഒരു എക്സ്റ്റേണൽ ഫോഴ്സുകളും ഇല്ലാണ്ട് ഈ പറഞ്ഞ എന്താ ഇന്റർ മോളിക്കുലാർ ഫോഴ്സസ്, അതായത് മണ്ണിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു മോളിക്കുലാർ ഫോഴ്സും കാര്യങ്ങളും ഉപയോഗിച്ച് വെള്ളം തന്നെ മുകളിലേക്ക് വരുന്ന ആ ഒരു ആക്ടിവിറ്റിയാണ് എന്ത്? കാപ്പിലറി ആക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ വളരെ വൃത്തിയായിട്ട് ലെക്ചർ നോട്ട് എഴുതി വെക്കുക. കാരണം പ്രോപ്പറായ രീതിയിൽ ലെക്ചർ നോട്ട് എഴുതിയാൽ മാത്രമേ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്പീഡപ്പ് ആയിട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. ജസ്റ്റ് വീഡിയോ കണ്ടു, അത് കഴിഞ്ഞ് അടുത്ത വീഡിയോ കണ്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. സോ പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ലെക്ചർ നോട്ട് സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എഴുതി വെക്കുക. ആൻഡ് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് സോയിൽ ഹൊറിസോൺസ് ആണ്. സോ സോയിൽ ഹൊറിസോൺസ് എന്താണെന്നുള്ളത് നോക്കാം അല്ലേ. സോ സോയിൽ ഹൊറിസോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു ലെയറാണ്. അതായത് സോയിലിൻ്റെ ആ ഒരു ലെയേഴ്സ് ബേസിക്കലി ഞാൻ പറയാം. സോ ഹൊറിസോൺ എന്ന് പറഞ്ഞാലും ലെയർ എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? ഒന്ന് തന്നെയാണ് കേട്ടോ. സോ സോയിൽ ഹൊറിസോൺ എന്ന് പറയുന്നത് എന്താണ്? സോയിൽ ലെയറാണ്. എ സോയിൽ ഹൊറിസോൺ ഈസ് എ ലെയർ പാരലൽ ടു ദ സോയിൽ സർഫേസ്. അതായത് ആ ഒരു സോയിൽ സർഫേസിന് പാരലായി കിടക്കുന്ന ഒരു ലെയറാണ്. ഈ ലെയറിൻ്റെ പ്രത്യേകത എന്താ? ഒരു ലെയറും മറ്റൊരു ലെയറും തമ്മിൽ ഡിഫറെൻ്റ് ആയിരിക്കും ക്യാരക്ടറിസ്റ്റിക്സിലും എല്ലാം. ഇപ്പോൾ ടോപ്പ് ലെയർ നല്ലോണം വാട്ടർ അബ്സോർബിങ് ആണെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ ലെയർ അത്രയും വാട്ടർ അബ്സോർബ് ചെയ്യണമെന്നില്ല. സോ ഡിഫറെൻ്റ് ആയിരിക്കാം. ബേസിക്കലി മനസ്സിലാക്കുക, സോയിൽ ഹൊറിസോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? സോയിൽ ലെയറാണ്, അത്രയേ ഉള്ളൂ. ഇനി ഓരോ ലെയേഴ്സ് എന്തൊക്കെയാണ് നോക്കാം. സോ ഒന്നാമത്തെയാണ് ഓ ഹൊറിസോൺ എന്ന് പറയുന്നത്. ഓ ഹൊറിസോൺ, ഓ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓർഗാനിക് മാറ്റർ, അത്രേ ഉള്ളൂ. ഓ ഹൊറിസോൺ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിക്കോളാം, ഓർഗാനിക് ഹൊറിസോൺ. അതായത് ഈ ഹൊറിസോണിൽ ഏറ്റവും കൂടുതൽ എന്തായിരിക്കും? ഓർഗാനിക് മാറ്റേഴ്സ് ആവും ഈ ഹൊറിസോണിൽ ഉണ്ടായിരിക്കുക. ഓർഗാനിക് മാറ്റേഴ്സ് ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ എന്താ മനസ്സിലാക്കണം? ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെയറിലായിരിക്കും. കാറ്റിലൂടെയും മഴയിലൂടെയൊക്കെ ഇനി ഓർഗാനിക് മാറ്റേഴ്സ് വരിക. സോ അത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെയറിലല്ലേ ഉണ്ടാവുക. സോ ഓ ഹൊറിസോൺ എന്ന് പറയുന്നത് ടോപ്പ് മോസ്റ്റ് ലെയർ ഓഫ് ദ സോയിലാണ്. ഓർഗാനിക് മെറ്റീരിയൽസ് ആയിരിക്കും അത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുക. ഈ ലീവ്സ്, മറ്റ് ഡീകമ്പോസ്ഡ് പ്ലാന്റ് മാറ്റർ, ഇതൊക്കെ എവിടെ ഉണ്ടാവുക? ഈ പറഞ്ഞ ഓ ഹൊറിസോണിലായിരിക്കും. ടോപ്പ് മോസ്റ്റ് സോയിലാണ്. അതിനെ ടോപ്പ് സോയിൽ അഥവാ ഹ്യൂമസ് എന്നും പറയാറുണ്ട് കേട്ടോ, മനസ്സിലാക്കിക്കോളാം. ഓ ഹൊറിസോണിനെ തന്നെ വിളിക്കുന്ന പേരാണ് ഹ്യൂമസ് അഥവാ ടോപ്പ് സോയിൽ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഓർഗാനിക് കണ്ടന്റ് ഉള്ള സോയിൽ ഏതാണ്? ഈ പറയുന്ന ഓ ഹൊറിസോൺ ആണ്. അധികം അതിന് ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ ബ്ലാക്ക് ആയിരിക്കും കളർ, കാരണം ഓർഗാനിക് കണ്ടന്റ് കൂടുതലല്ലേ. അത് നിങ്ങൾ നോക്കുക, നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് ചപ്പ് മൂടിക്കിടക്കുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ ആ ഒരു ചപ്പ് മാറ്റിക്കഴിഞ്ഞാൽ അടിയിൽ മനസ്സിലാവും കറുത്ത കളറിൽ അല്ലെങ്കിൽ ഡാർക്ക് ബ്രൗൺ ആയിരിക്കും മണ്ണിൻ്റെ കളർ. അതാണ് എന്ത്? ഈ ഓ ഹൊറിസോൺ അഥവാ നമ്മുടെ ഈ ടോപ്പ് സോയിൽ അഥവാ ഹ്യൂമസ് എന്നൊക്കെ പറയുന്നത്. ഇത് ഓർഗാനിക് മാറ്റേഴ്സ് അല്ലെങ്കിൽ ഓർഗാനിക് കണ്ടന്റ് വളരെ കൂടുതലായിരിക്കും കേട്ടോ. ഇനി അടുത്ത് വരുന്നതാണ് എ ഹൊറിസോൺ എന്ന് പറയുന്നത്. അത് ആക്ച്വലി ടോപ്പ് മോസ്റ്റ് സോൺ ആണിത്. അതായത് നമ്മുടെ ഈ പറഞ്ഞ ഹ്യൂമസിൻ്റെ തൊട്ട് താഴെ വരുന്ന ലെയർ ആട്ടോ ആക്ച്വലി എ ഹൊറിസോൺ. ടോപ്പ് മോസ്റ്റ് സോൺ എന്ന് പറയും. ഓർഗാനിക് മെറ്റീരിയൽസ് ഹാവ് ഗോട്ട് ഇൻകോപ്പറേറ്റഡ് ദ മിനറൽ മെറ്റീരിയൽ ന്യൂട്രിയൻസ് എക്സെട്ര. അതായത് ഈ പറഞ്ഞ ഓർഗാനിക് മെറ്റീരിയൽസ് അതുപോലെ തന്നെ നമ്മുടെ മറ്റ് മിനറൽസ്, വാട്ടർ എല്ലാം കൂടി മിക്സ് ആയിട്ട് വന്നിട്ടുള്ളൊരു സ്ഥലമാണ് എന്ത്? ഈ പറഞ്ഞ എ ഹൊറിസോൺ. ഈ എ ഹൊറിസോൺ പ്ലാന്റ്സിൻ്റെ വളർച്ചയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആക്ച്വലി ഹ്യൂമസിൻ്റെ തൊട്ട് താഴെ ലെയർ കേട്ടോ. തൊട്ട് താഴെ ലെയർ എന്ന് പറയാൻ പറ്റില്ല. ഹ്യൂമസ് എന്ന് പറയുന്നത് എ ഹൊറിസോണിൻ്റെ ടോപ്പ് ലെയർ ആണ് ആക്ച്വലി ഹ്യൂമസ്. അങ്ങനെ മനസ്സിലാക്കുക. എ ഹൊറിസോൺ എന്ന് പറയുന്ന ലെയറിൻ്റെ ടോപ്പ് മോസ്റ്റ് പോർഷനാണ് ഹ്യൂമസ് അഥവാ ഓ ഹൊറിസോൺ എന്ന് പറയുന്നത്.
സോ അതാണ് എ ഹൊറിസോൺ. ഇതും എന്തുതന്നെയാണ്, ഡാർക്ക് കളേർഡ് ലെയർ ആയിരിക്കും തൊട്ട് താഴെ കേട്ടോ, ഹ്യൂമസിൻ്റെ തൊട്ട് താഴെ വരുന്നത്. അടുത്ത ലെയർ പറയുന്നതിന് മുമ്പ് ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവണം. അതാണ് ഇലുവിയേറ്റഡ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്. സോ ഇലുവിയേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, പ്രോസസ് ആട്ടോ. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ചോദ്യമാണ്, അതുകൊണ്ടാണ് ഒരു സെപ്പറേറ്റ് സ്ലൈഡ് ആയിട്ട് ഞാൻ വെച്ചിട്ടുള്ളത്. ഇലുവിയേറ്റഡ് എന്ന് പറയുന്നത് ദ പ്രോസസ് ബൈ വിച്ച് മെറ്റീരിയൽസ് സസ്പെൻഡഡ് ഇൻ വാട്ടർ ഈസ് റിമൂവ്ഡ് ഫ്രം വൺ ലെയർ ഓഫ് സോയിൽ ടു അനദർ ബൈ ദ ആക്ഷൻ ഓഫ് റെയിൻഫാൾ ഓർ കെമിക്കൽ ഡീകമ്പോസിഷൻ. അതായത് ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കുക, ഒരു 5 ലെയർ സോയിലുണ്ടെങ്കിൽ ഈ മഴവെള്ളമൊക്കെ വരുമ്പോൾ അതിൽ കുറേ മിനറൽ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. അത് ഓരോ ലെയർ കടന്നു പോകുമ്പോഴും അതിൻ്റെ മിനറൽ കണ്ടൻസ് അഥവാ അതിലുള്ള മെറ്റീരിയൽസ് എന്ത് ചെയ്യും, അത് അൺലോഡ് ഇങ്ങനെ പോലെ. അതായത് ഒരു ചളിവെള്ളമാണ് നമ്മൾ ഒഴിക്കണത് എന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റ് ലെയർ കഴിയുമ്പോഴേക്കും ആ വെള്ളത്തിൻ്റെ കുറച്ചും കൂടി പ്യൂർ ആവും. പിന്നെയും അത് ഓരോ ലെയർ താഴേക്ക് പോകുമ്പോൾ അതെന്താണ്, അതിൻ്റെ ആ ഒരു അതിലുള്ള ആ വെള്ളത്തിലുള്ള കണ്ടൻറ്റുകളുടെ മാറ്റങ്ങൾ വരും. ഓരോ ന്യൂട്രിയൻസ് ആണെങ്കിലും അല്ലെങ്കിൽ കളർ ആണെങ്കിലും ഒക്കെ മാറിയിട്ടാണ് താഴേക്ക് പോവുക. അതാണ് എന്ത്, ഇലുവിയേറ്റഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എലിവേഷൻ എന്ന് പറയുന്നത്. അതായത് പ്രോസസ് ബൈ വിച്ച് മെറ്റീരിയൽ സസ്പെൻഡഡ് ഇൻ ദ വാട്ടർ, അതായത് ഈ വെള്ളത്തിൽ മിക്സ് ആയി കിടക്കുന്ന സാധനങ്ങൾ ഓരോ ലെയർ ടു ലെയർ പോകുമ്പോൾ റിമൂവ് ആയി പോകുന്ന ഒരു പ്രോസസ്സ് അഥവാ ആക്ടിവിറ്റിയാണ് ബേസിക്കലി എലിവിയേറ്റഡ് എന്ന് പറയുന്നത്. സോ നമ്മൾ വെള്ളത്തിൽ ഇപ്പോൾ എന്തെങ്കിലും കലക്കിയിട്ട് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റായിട്ട് ഇമ്പാക്ട് ചെയ്യുന്ന ഇതിനെയാണ്, ഹ്യൂമസിനെയാണ്. ദെൻ അവിടെ നിന്ന് താഴേക്ക് പോകുന്നിടത്തോളം എന്ത് ചെയ്യും, അതിൽ നിന്നുള്ള കണ്ടന്റ് കുറഞ്ഞു പോകുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അത്രയേ ഉള്ളൂ. ഞാൻ ഈ ഹൊറിസോൺ. അപ്പോൾ ഈ ഹൊറിസോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എലിവിയേഷൻ എവിടെയാണ് നടക്കുന്നത്, അതാണ് ഈ ഹൊറിസോൺ കേട്ടോ. എലിവിയേഷൻ നടക്കുന്ന ഏരിയ ആണ് എന്ത്, ഈ ഹൊറിസോൺ എന്ന് പറയുന്നത്. സോ മനസ്സിലാക്കുക, ഈ ഹൊറിസോൺ വിച്ച് ഈസ് ആൾസോ എ ഷോർട്ട് ഫോം ഓഫ് എലിവിയേറ്റഡ്. ഈ പറഞ്ഞ എലിവിയേഷൻ്റെ ഒരു അടുത്ത പേരാണ് ഈ ഹൊറിസോൺ. കാരണം എന്താ, മോസ്റ്റ് കോമൺലി യൂസ്ഡ് ലേബിൾ എ ഹൊറിസോൺ ദാറ്റ് ഹാസ് ബീൻ സിഗ്നിഫിക്കൻ്റ്ലി ലീച്ച്ഡ് ഓഫ് ഇറ്റ്സ് മിനറൽസ് ആൻഡ് ഓർഗാനിക് കണ്ടന്റ്. ആ ഒരു സോയിലിൻ്റെ ഓർഗാനിക് കണ്ടൻസും മിനറൽസും എല്ലാം വല്ലാണ്ട് ലീച്ച് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ആ ഏരിയ ആണ് എന്ത്, ഈ ഹൊറിസോൺ അല്ലേ. നമ്മൾ പറഞ്ഞു എലിവിയേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ആ ഒരു വെള്ളത്തിലുള്ള മിനറൽസും കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാണ്, റിമൂവ് ആയിട്ട് ഇങ്ങനെ താഴേക്ക് പോവുക അല്ലേ. അതാണ് ലീച്ചിങ് എന്ന് പറയുന്നത്, അതായത് ഒലിച്ചു പോവുക നമ്മൾ പറഞ്ഞു. സോ അങ്ങനെ ഒലിച്ചു പോകുന്ന ആ ഒരു മേഖലയാണ് എന്ത്, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഏരിയ ആണ് എന്ത്, ഈ ഹൊറിസോൺ എന്ന് പറയുന്നത്. ഭൂമിയുടെ ലെയേഴ്സ് നമ്മൾ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ലീച്ചിങ് നടന്നിട്ടുള്ള ഏരിയ ആണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്താ പറയുക, നമ്മൾ പറഞ്ഞ എലിവേഷൻ നടന്നിട്ടുള്ള ഒരു ഏരിയ ആണ് എന്ത്, ഈ ഹൊറിസോൺ. ക്ലിയർ അല്ലേ? ഏതെങ്കിലും പോർഷൻ നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതിയിട്ട് നമ്മളൊന്നും കൂടി ഇത് വ്യക്തമായെന്ന് പറഞ്ഞു തരുവേ. ആൻഡ് ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഈ ഹൊറിസോൺ എന്ന് പറയുന്നത് എ ഹൊറിസോണിൻ്റെയും ബി ഹൊറിസോണിൻ്റെയും ഇടയിലാണ് ഉണ്ടാവുക കേട്ടോ. എ ഹൊറിസോൺ നമ്മൾ പറഞ്ഞു ടോപ്പ് മോസ്റ്റ് ആണ്, അതിൻ്റെ തൊട്ട് താഴെയാണ് ബി ഹൊറിസോൺ. ഇതിൻ്റെ രണ്ടിനും ഇടയിലാണ് എന്തുണ്ടാവുക, ഈ ഹൊറിസോൺ ഉണ്ടാവുക. അതായത് എ ഹൊറിസോണിലുള്ള ന്യൂട്രിയൻസും കാര്യങ്ങളെല്ലാം ഇതിൽ വന്നിട്ട് എന്താ പറയും, നമ്മുടെ ഈ പറഞ്ഞ എലിവിയേഷൻ സോണിൽ വന്നിട്ട് അവിടുന്ന് ബി ഹൊറിസോണിലേക്ക് പോകും. സോ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ളതാണ് ഈ ഹൊറിസോൺ എന്ന് പറയുന്നത്. ഇനി അടുത്താണ് ബി ഹൊറിസോൺ. ബി ഹൊറിസോൺ എന്താ, സബ് സോയിൽ എന്ന് പറയും. അതായത് മിനറൽ ലെയേഴ്സ്, സിഗ്നിഫിക്കൻ്റ്ലി മിനറൽസ് വന്ന് അടങ്ങിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത് ബി ഹൊറിസോൺ എന്ന് പറയുന്നത്. കാരണം എന്താ, നമ്മൾ പറഞ്ഞു തൊട്ട് മുകളിലത്തെ ലെയർ, അതായത് ഈ ഹൊറിസോണിൽ നിന്ന് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, വാഷ് ഔട്ട് ആയത് താഴേക്ക് വരും എന്ന് പറഞ്ഞില്ലേ. ആ വാഷ് ഔട്ട് താഴേക്ക് വന്ന സ്ഥലമാണ് എന്ത്, ബി ഹൊറിസോൺ. അത് നിങ്ങൾ കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഫസ്റ്റ് ടോപ്പ് മോസ്റ്റ് ഇതിൽ പിന്നെ ഇല്ല, അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ വരച്ച് കാണിച്ചു തന്നിരുന്നു. ശ്രദ്ധിക്കട്ടോ, മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ പെൻ ടാബിൾ ദിവസം ഒന്നുകൂടി വ്യക്തമാക്കിയിട്ട് പറഞ്ഞുതരാം. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെയർ ആണ് നമ്മുടെ ഹ്യൂമസ് എന്ന് പറയുന്നത്. അതിന് തൊട്ട് താഴെയാണ് എ ഹൊറിസോൺ. ഹ്യൂമസ് ആൻഡ് ഓ ഹൊറിസോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹ്യൂമസിൻ്റെ തൊട്ട് താഴെ എ ഹൊറിസോൺ വരും, അതിൻ്റെ തൊട്ട് താഴെ ഈ ഹൊറിസോൺ വരും, അതിൻ്റെ താഴെയാണ് ഈ ബി ഹൊറിസോൺ വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഏറ്റവും കൂടുതൽ ന്യൂട്രിയൻസ് അഥവാ ഓർഗാനിക് കണ്ടന്റ് ഉള്ള നമ്മുടെ ഹ്യൂമസിലാണ്. അത് ഹ്യൂമസിന് എവിടേക്ക് എത്തും, നമ്മുടെ എ ഹൊറിസോൺ എന്ന് പറയുന്ന ആ ഒരു സോണിലുണ്ടായിരിക്കും. ആ എ ഹൊറിസോണിൽ നിന്ന് ആ കണ്ടന്റുകളും കാര്യങ്ങളും എല്ലാം വാഷ് ഔട്ടായിട്ട് പോകുന്ന ആ ഒരു സോണാണ് എന്ത്, വാഷ് ഔട്ടായിട്ട് ബി ഹൊറിസോണിലേക്ക് പോകും. ആ വാഷ് ഔട്ട് ആവുന്ന സോണാണ് എന്ത്, ഈ ഹൊറിസോൺ എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ആ ഒരു പോർഷൻ ഒന്നുകൂടി നമ്മൾ പിൻ ടാബ് ഉള്ള ദിവസം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബി ഹൊറിസോണിങ് എന്താണെന്നുള്ളത് അല്ലേ. സോ ബി ഹൊറിസോൺ എന്ന് പറയുന്നത് സബ്സോയിൽ എന്ന് പറയും.
മിനറൽ ലെയേഴ്സ് ഏറ്റവും കൂടുതൽ മിനറൽസ് ഉള്ളത് ഈ ഒരു ഹൊറിസോണിലാണ്. കാരണം നമ്മൾ പറഞ്ഞു അവിടുന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്, ട്രാൻസ്ഫർ ആയിട്ട് വരുന്നുണ്ട്. ആൻഡ് ഈ മിനറൽസ് നല്ല ഉള്ളത് കാരണം അയൺ ഓക്സൈഡ്സ് ഇവിടെ കൂടുതൽ, കെമിക്കൽ റിയാക്ഷൻ വഴി അയൺ ഓക്സൈഡ്സ് കൂടുതലായിരിക്കും. സോ അയൺ ഓക്സൈഡ്സ് കൂടുതലായിരിക്കും എന്ന് പറയുമ്പോൾ ഇൻഡയറക്ട്ലി മനസ്സിലാക്കുക ഈ മണ്ണിൻ്റെ കളറിൽ ചുവന്ന കളർ കൂടുതലായിരിക്കും കേട്ടോ. മണ്ണിന് ചുവപ്പ് കളർ കൂടുതലായിരിക്കും. അയൺ ഓക്സൈഡ്സ് കൂടുമ്പോഴാണ് മണ്ണിന് ചുവന്ന കളർ കൂടുതലായിട്ട് വരിക. സോ ബി ഹൊറിസോൺ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലായിട്ടുള്ള മിനറൽ കണ്ടന്റ് ഉള്ള സോയിലാണ്. ഈ മിനറൽ കണ്ടന്റ് കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ എന്തുണ്ടായിരിക്കും, അയൺ ഓക്സൈഡിന്റെ കണ്ടന്റ് കൂടുതലായിരിക്കും. അതുവഴി ആ മണ്ണിന്റെ കളർ എന്തായിരിക്കും, ഒന്നും കൂടി റെഡിഷ് ആയിരിക്കും. മനസ്സിലാക്കാം. ഇനി വരുന്നതാണ് സി ഹൊറിസോൺ എന്ന് പറയുന്നത്. സി ഹൊറിസോൺ ബിന്റെ താഴെ ആയിരിക്കും വരുന്നുണ്ടാവുക. ഇതിനെ ബെഡ് എന്ന് പറയും. സോ ബെഡ് എന്ന് പറയാൻ കാരണം എന്താ, ഏറ്റവും താഴെ വരുന്ന സോണാണ്. ഇതിന് താഴെ ഉണ്ട് കേട്ടോ, കുറച്ച് താഴെയുള്ള സോൺ ആയതുകൊണ്ട് ബെഡ് എന്ന് പറയും. ഇവിടെ എന്താണ്, ലീസ്റ്റ് വെതേർഡ് ലെയർ ഓഫ് സോയിൽ എന്ന് പറയും. അതായത് ഇവിടെ വെതറിങ് വളരെ കുറവായിരിക്കും. കാരണം എന്താ, ഏറ്റവും താഴെ ലെവലാണ്. നമ്മുടെ ഹ്യൂമസ് കഴിഞ്ഞ് എ ഹൊറിസോൺ കഴിഞ്ഞ് ഇ ഹൊറിസോണും കഴിഞ്ഞ് ബി ഹൊറിസോണും കഴിഞ്ഞ് വേണം എവിടേക്ക് എത്താൻ, സി ഹൊറിസോണിലേക്ക് എത്താൻ. സോ ഹൊറിസോൺ എന്താ, ലെയർ ആട്ടോ, മനസ്സിലാക്കിക്കോളൂ. ഹൊറിസോൺ നമ്മുടെ ലെയർ തന്നെയാണ്. ഈ സി എന്ന് പറയുന്ന ലെയറിലേക്ക് എന്തുണ്ടാവില്ല, വെതറിങ് തീരെ, അതിന് വെയിലും മഴ ഇങ്ങോട്ട് എത്തില്ല. സോ വെതറിങ് വളരെ കുറവുള്ള സോണാണ്. ചോദ്യം വരും കേട്ടോ, ഏത് ഹൊറിസോണിലാണ് ഏറ്റവും കുറവ് വെതറിങ് ഉണ്ടാവുക? മനസ്സിലാക്കിക്കോളൂ, ഏതിലാണ്, സി ഹൊറിസോൺ. ചോദ്യം വരാം. സോ ഏറ്റവും കുറവ് നമ്മുടെ വെതറിങ് വരുന്നത് സി ഹൊറിസോണിലാണ്, കാരണം ഡീപ്പ് ആയതുകൊണ്ടാണ്. ഇനി ഇവിടെ ഓർഗാനിക് കണ്ടന്റ് എല്ലാം കുറവായിരിക്കും കേട്ടോ, കാരണം ഇങ്ങോട്ട് വെള്ളം ഒന്നും വരുന്നില്ല. നമ്മൾ ന്യൂട്രിയൻസ് ആണെങ്കിലും ഒന്നും വരാത്തത് കൊണ്ട് തന്നെ ഓർഗാനിക് കണ്ടന്റുകൾ കുറവായിരിക്കും. പ്ലാന്റ്സ് ആൻഡ് റൂട്ട്സ് ഒന്നും എത്തില്ല, ഇവിടേക്ക് എത്തുന്നുണ്ടായിരിക്കില്ല. അടുത്താണ് ആർ ഹൊറിസോൺ എന്ന് പറയുന്നത്. ആർ ഹൊറിസോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെഡ് റോക്ക് എന്നും പറയും കേട്ടോ. ആർ ഹൊറിസോണിനെ പറയുന്നതാണ് ബെഡ് റോക്ക്, അതായത് ഏറ്റവും താഴത്തെ ലെവലിലേക്ക് എത്തി നമ്മളതാണ് ആർ ഹൊറിസോൺ. ലോവസ്റ്റ് ലെയർ ആണ് എന്ത്, ആർ ഹൊറിസോൺ എന്ന് പറയുന്നത്. ടൈറ്റ് ബൗണ്ട് ആയിരിക്കും, അതായത് മുന്നുള്ള സോയിലൊക്കെ കുറച്ചെങ്കിലും ഒരു ലൂസി എന്താ പറയുക, ഒരു ടെക്സ്ചർ ആയിരിക്കും ഉണ്ടായിരിക്കുക. ബട്ട് ഈ ആർ ഹൊറിസോണിലേക്ക് എത്തുമ്പോഴേക്കും മണ്ണ് ഭയങ്കര കട്ടിയായിരിക്കും എന്ന് പറയുന്നത്, ഹാർഡായിരിക്കും കേട്ടോ. ആർ ഹൊറിസോൺ ബെഡ് റോക്ക് എന്ന് പറയും. ഇനി എൽ ഹൊറിസോൺ എന്ന് പറയും. എൽ ഹൊറിസോൺ ആക്ച്വലി എന്തേ ഉള്ളൂ, നമ്മുടെ ആ ഒരു എന്താ പറയുക, പ്രിസിപ്പിറ്റേഷൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത്. പ്രിസിപ്പിറ്റേഷൻ എന്ന് പറയില്ല, നമ്മുടെ എന്താ പറയുക, ഇപ്പോൾ ഈ ലിക്വിഡ് അതേപോലെ തന്നെ ഫ്രോസൺ വാട്ടറൊക്കെ എന്തിൽ വരിക, അറ്റ്മോസ്ഫിയറിൽ നമ്മുടെ ഭൂമിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരില്ലേ. ഇത് മഴയത്തും മറ്റേ മഞ്ഞായിട്ടൊക്കെ എന്ത് ചെയ്യും, ഈ അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ എന്ത് ചെയ്യും, ഭൂമിയിലേക്ക് വന്ന് പതിക്കും അല്ലേ, മഴ മഞ്ഞ് ഇതൊക്കെ ആയിട്ട്. അതിനാണ് പ്രിസിപ്പിറ്റേഷൻ എന്ന് പറയുക. അപ്പോൾ ഈ ഒരു ഓർഗാനിക് മെറ്റീരിയൽസ് മറ്റ് മിനറൽ മെറ്റീരിയൽസ് ഒക്കെ വാട്ടറിലൂടെ നമ്മുടെ ഇതിലേക്ക് എത്തുന്ന ആ ഒരു ലെയറാണ് എന്ത്, എൽ ഹൊറിസോൺ എന്ന് പറയുന്നത്. ആക്ച്വലി ഇതിന് ലൊക്കേഷൻ സ്പെസിഫിക് അല്ല, കാരണം മണ്ണിലേക്ക് മഞ്ഞായിട്ടും മഴയായിട്ടും ഒക്കെ അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ കണ്ടന്റ് എന്ത് ചെയ്യാണ്, വരുന്നുണ്ട്. ആ ഒരു സോണിനെയാണ് എന്ത് പറയുക, എൽ ഹൊറിസോൺ എന്ന് പറയുക. ഇനി നമുക്ക് പി എച്ച് ആണ്, സോയിലിൻ്റെ പി എച്ചും കൂടിയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ അതും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. പി എച്ച് എന്താണെന്ന് ആദ്യം നോക്കാം അല്ലേ. സോ ഒരു ന്യൂമറിക് മെഷറാണ്. ആസിഡിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ആൽക്കനിറ്റി ചെക്ക് ചെയ്യാനുള്ള ഒരു ന്യൂമറിക് മെഷേഴ്സ് ആണ് എന്ത്, പി എച്ച് എന്ന് പറയുന്നത്. സോ ആക്ച്വലി പി എച്ച് ഹൈഡ്രജൻ അളക്കുന്നത് കേട്ടോ. അതായത് പി എച്ച് പറയുമ്പോൾ നമ്മളിവിടെ അളക്കുന്നത് പവർ ഓഫ് ഹൈഡ്രജൻ ആണ് പി എച്ചിൻ്റെ ഫുൾ ഫോം കേട്ടോ. പി എച്ച് പവർ ഓഫ് ഹൈഡ്രജൻ എന്ന് പറയും, മനസ്സിലാക്കിക്കോളൂ കേട്ടോ. പി എച്ച് എന്ന് പറയുമ്പോൾ പവർ ഓഫ് ഹൈഡ്രജൻ എന്നാണ്. ഈ പി എച്ചിൻ്റെ എന്താണ് ഈ പി എച്ച് എന്ന് പറയുന്നത്, ആ ഒരു മണ്ണിൻ്റെ ആസിഡിറ്റി അല്ലെങ്കിൽ ആൽക്കനിറ്റി ചെക്ക് ചെയ്യുന്ന ഒരു ന്യൂമറിക് മെഷറാണ് പി എച്ച് എന്ന് പറയുന്നത്. 3 മുതൽ 11 വരെയാണ് അതിൻ്റെ ഇടയിലാണ് വാല്യൂ ഉണ്ടായിരിക്കുക. സോ ഗ്രേറ്റർ ദാൻ 7 ആണെങ്കിൽ, പി എച്ച് വാല്യൂ ഗ്രേറ്റർ ദാൻ 7 ആണെങ്കിൽ അത് ബേസിക് നോർമൽ സോയിലാണ്. ആൻഡ് ലെസ് ദാൻ 7 ആണെന്നുണ്ടെങ്കിൽ അസിഡിക് ആയിരിക്കും. 3 to 11 ആണ് ഇതിൻ്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കുക. 7 കുറവാണെങ്കിൽ അസിഡിക് ആയിരിക്കും, 7 കൂടുതലാണെങ്കിൽ നോർമൽ ബേസിക് സോയിലാണെന്ന് മനസ്സിലാക്കാം കേട്ടോ. പല കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാം, അസിഡിറ്റി വരാം. ഇപ്പോൾ നമ്മുടെ ഓർഗാനിക് കണ്ടന്റിൻ്റെ അളവ് കൂടിയ വരാം, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് വരാം. ഇത്ര മനസ്സിലാക്കിയാൽ മതി. പി എച്ച് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നമ്മുടെ പവർ ഓഫ് ഹൈഡ്രജൻ ആണ്. 3 to 11 ആണ് അതിൻ്റെ വാല്യൂ ഉണ്ടായിരിക്കുക. ലെസ് ദാൻ 7 ആണെങ്കിൽ അസിഡിക് ആണ്, ഗ്രേറ്റർ ദാൻ 7 ആണെങ്കിൽ നോർമൽ ബേസിക് സോയിലാണ്. ഇത്രയേ ഉള്ളൂ. സോ നമ്മളിന്ന് സോയിലും അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ്, അതിൻ്റെ ഫോർമേഷൻ, ലെയേഴ്സ്, മറ്റ് കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും പോർഷൻ മനസ്സിലാകാത്തതുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ അറിയിച്ചാൽ മതി, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരിക്കും. ഓക്കെ അല്ലേ. ഇന്ന് പെൻ ടാബ് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്കിവിടെ വരച്ച് കാണിക്കാനൊന്നും പറ്റിയിട്ടില്ല. സോ നമ്മളിത് അധികം വഴികാണ്ട് തന്നെ റെഡിയാക്കുന്നുണ്ടാവും കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായോ എന്നുള്ളതൊന്ന് പറയാം. അതുപോലെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ ഇല്ലേ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ. സോ അടുത്ത വീഡിയോയിൽ കാണാം.